ഞാൻ എം ജി കോളേജിൽ MSc പഠിക്കുമ്പം നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാൽ അവിടെ എം ജി കോളേജിൽ പ്രീ ഡിഗ്രിക്കുണ്ട്. അപ്പോൾ പ്രീ ഡിഗ്രി ഫൈനൽ ഇയറാണ്. ഞാൻ സെക്കൻഡ് ഇയർ ആയപ്പോൾ ഇദ്ദേഹം BCom ചേർന്നതാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ സമയത്ത് മോഹൻലാലിനെ ഒരു സിനിമാ നടനാകും എന്നുള്ള ഒരു ധാരണയൊന്നും ഞങ്ങൾക്ക് സീനിയർ വിദ്യാർത്ഥികൾക്കും അല്ലെ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചവർക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു നല്ല കോളേജ് ജീവിതം നല്ലപോലെ ആസ്വദിച്ച ഒരു വ്യക്തിയാണ് മോഹൻലാൽ. ഈ മഞ്ഞനീരാട്ട് എഴുതാനുണ്ടായ സാഹചര്യം പെരുവഴിയമ്പലം എന്ന നോവലാണ്. അപ്പോഴേക്കും 1976 പത്മനാഭൻ ചേട്ടൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലൂടെ പെരുവഴിയമ്പലം എന്ന നോവൽ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് ഞാനിത് വായിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ BSc സ്റ്റുഡൻ്റായിരുന്നു. അപ്പോൾ ആ നോവലിൽ പരാമർശിക്കുന്ന കഥാപാത്രങ്ങൾ പലരും എനിക്കറിയാവുന്നവരും പ്രധാനമായും അതിലൊരാൾ എൻ്റെ അമ്മാവൻ ആണെന്നുള്ള ഒരു ധാരണ എനിക്ക് മാത്രമല്ല മുതുകുളത്തുകാർക്ക് മുഴുവനും അറിയാമായിരുന്നു. എന്നാൽ അമ്മാവൻ എന്ന ആ കഥാപാത്രത്തെ പത്മനാഭൻ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ ഭാവനയ്ക്കനുസരിച്ച് ഒരു വില്ലനായാണ് അവതരിപ്പിച്ചത്. യഥാർത്ഥ ജീവിതത്തിൽ അദ്ദേഹം സൗമ്യ പ്രകൃതിക്കാരനുമായിരുന്നു. ഇൻ്റർവ്യൂവിന് അവിടെ ചെന്ന് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ നിൽക്കുന്ന എൻ്റെ കൂടെ വന്ന സഹ ഉദ്യോഗാർത്ഥികളെ കണ്ടപ്പോഴാണ് അന്തം വിട്ടുപോയത്. അതിൽ 3 പേര് ആൾ ഇന്ത്യ റേഡിയോയിൽ തന്നെ വർക്ക് ചെയ്യുന്നവരാണ്. പല പോസ്റ്റുകളിൽ സ്പോർട്സ് സെക്ഷനിലും അനൗൺസർമാരായിട്ടും വാർത്ത വായിക്കുന്നവരൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത്. അതിൽ ഒന്ന് വേണു നാഗവള്ളിയായിരുന്നു, ഒന്ന് നമ്മുടെ ജോൺ സാമുവൽ സ്പോർട്സിനെ പറ്റിയൊക്കെ എഴുതുന്നു, ഒരാൾ കോന്നിയൂർ വിജയകുമാർ എന്ന് പറയും. ഇവരെല്ലാം അവിടുത്തെ കാഷ്വൽ ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ അനൗൺസേഴ്സോ ഒക്കെയാണ്. അപ്പം ഞാനിവരെ കണ്ടപ്പോൾ അങ്ങ് വല്ലാതെ അന്തം വിട്ടുപോയി. കാരണം എന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ കൂട്ടത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനത് പ്രായം കൊണ്ട് ഏറ്റവും വളരെ ജൂനിയറാണ്. നിങ്ങൾ മുതുകുളത്തുകാരനാണല്ലോ, നിങ്ങൾ മുതുകുളത്തൊരു പ്രശസ്ത സാഹിത്യകാരനുണ്ട്, അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു P. പത്മരാജൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 1-2 നോവലുകളുടെ പേര് പറയാമോ? അപ്പം നോവലൊക്കെ പറഞ്ഞു. നിങ്ങൾ തമ്മിൽ പരിചയമല്ലുണ്ട്? ഞാൻ പറഞ്ഞു ഇല്ല, പരിചയമൊന്നുമില്ല. പത്മരാജൻ ചേട്ടൻ്റെ അനുഭവങ്ങൾ ഓർമ്മ പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. എൻ്റെ അനുജന് ഇതുപോലെ 1.5 വയസ്സുള്ള ഒരു അനുജന് അന്നത്തെ കാലത്ത് ഒരു ശൂല എന്ന് പറയും, വയറ്റിളക്കം ഉണ്ടായി. പക്ഷെ അത് ചികിത്സ കിട്ടിയൊന്നും ശരിയായില്ല. അങ്ങനെ അവസാനം കായംകുളത്താണെന്നും ഏറ്റവും വലിയൊരു ഹോസ്പിറ്റലും ഡോക്ടറും ഒക്കെ ഉള്ളത്. അപ്പോൾ അവിടേക്ക് കുഞ്ഞ് വല്ലാതെ ബോധം കെട്ട് കിടന്നപ്പോൾ അന്ന് കാറുകളൊന്നും ഒരു വീട്ടിലും ഇല്ല. ചേപ്പാട് ജംഗ്ഷനിൽ പോയാൽ ഒരു ആമക്കാർ, അതായത് മോറിസ് മൈനർ വണ്ടിയുള്ളൂ ഒന്ന് ടാക്സി ആയിട്ട്, അത് പിടിക്കാൻ വേണ്ടി അദ്ദേഹം ചീറിപ്പാഞ്ഞ് സൈക്കിളും എടുത്തുകൊണ്ട് പോയി. ആ സൈക്കിളിൻ്റെ ആ കാറിൻ്റെ കൂടെ തന്നെ അദ്ദേഹം സൈക്കിളിൽ തിരിച്ചെത്തി. അതെനിക്ക് ഓർമ്മയുണ്ട്, എനിക്കൊരു 7 വയസ്സുള്ളപ്പോഴും. നമസ്കാരം, ഞാൻ M. ദേവദാസ്, നോവലിസ്റ്റാണ്, ചെറുകഥാകൃത്തുമാണ്, കുറച്ചൊക്കെ അഭിനയമുണ്ട്. ഞാൻ മുതുകുളം സ്വദേശിയാണ്. ഇപ്പോൾ മുതുകുളം ഗ്രാമത്തിലുള്ള എൻ്റെ ചെറിയ വീട്ടിലിരുന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ റിട്ടയർമെൻറ്റിന് ശേഷം പണികഴിപ്പിച്ച വീടാണിത്. കൊല്ലത്താണ് സ്ഥിരതാമസം. കൂടാതെ ഇപ്പോൾ തിരുവനന്തപുരത്തും ഒരു ചെറിയ വീട് മേടിച്ചതുകൊണ്ട് അവിടെയും ഒരു തിരുവനന്തപുരത്തുകാരനായി താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഏറ്റവും പുതിയ നോവൽ കഴിഞ്ഞ ആഴ്ച പ്രകാശനം ചെയ്തിരുന്നു, ഓം നമഃ ശിവായ. അത് ഗ്രീൻ ബുക്സ് തൃശ്ശൂരാണ് ആ നോവൽ പ്രസാദനം ചെയ്തിരിക്കുന്നത്. നല്ല പ്രതികരണം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. കൂടാതെ മറ്റൊരു നോവലിൻ്റെ പണിപ്പുരയിലുമാണ്. ആമുഖമായി എൻ്റെ കുടുംബത്തെ പറ്റി പറഞ്ഞാൽ, ഭാര്യ സിന്ധു ഹെഡ് മിസ്ട്രസ് ആയിരുന്നു, റിട്ടയർ ചെയ്തു, തിരുവനന്തപുരത്ത് മകളോടൊപ്പം താമസിക്കുന്നു. ഞങ്ങൾ അടുത്തടുത്ത വീടുകളിലായതുകൊണ്ട് വരവും പോക്കും ഒക്കെ സുഗമമാണ്. മകൻ മെക്കാനിക്കൽ എഞ്ചിനീയർ, അലയൻസ് ജർമ്മൻ കമ്പനിയിലാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടർ അരുണിമ കിംസിലെ ഡോക്ടറാണ്. മകൾ EY എന്ന സ്ഥാപനത്തിൽ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നു. മരുമകനും അലയൻസ് ജർമ്മനിയിലാണ്. മകൾക്ക് 2 മക്കളുണ്ട്. മകന് സന്താനങ്ങളൊന്നും ആയിട്ടില്ല. ഇതൊക്കെയാണ് എൻ്റെ കുടുംബവിശേഷങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുതുകുളം ഗ്രാമത്തിൽ 1950കളുടെ മധ്യത്തിലാണ് ജനിച്ചത്. കുട്ടിക്കാലം ഗ്രാമീണ ജീവിതമായതുകൊണ്ട് എനിക്ക് വളരെയധികം ആസ്വദിച്ച് ജീവിക്കാനാണ് സാധിച്ചത്. പട്ടണത്തിലെ ജീവിതം, ഇന്നെൻ്റെ കൊച്ചുമക്കൾ അനുഭവിക്കുന്ന പട്ടണത്തിലെ ജീവിതവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം വളരെ മനോഹരമായിരുന്നു. ഈ മനോഹാരിതയും ഈ ഗ്രാമഭംഗിയും വിവിധ സ്വഭാവക്കാരായ ആളുകളുമായി ഇടപഴകി നടത്തിയത് കൊണ്ടുമായിരിക്കാം വളരെ കുഞ്ഞിലെ തന്നെ കഥാബീജങ്ങൾ എന്നിൽ ആവേശിക്കുകയുണ്ടായി. അതിന് മറ്റൊരു കാരണം എൻ്റെ ബന്ധുവും അയൽവാസിയുമായിരുന്ന ദിവംഗതനായ പത്മരാജൻ ചേട്ടനാണ്.
അദ്ദേഹത്തെക്കാൾ 10-11 വയസ്സിന് ഇളപ്പം എനിക്കുണ്ട്. കുട്ടിക്കാലത്ത് അദ്ദേഹവുമായി ബാല്യകാലത്ത് ഉള്ള കളി, അതായത് ഓലപ്പന്ത് കളി, കബഡി തുടങ്ങിയ കളികളിൽ ഏർപ്പെടാൻ പോലുമുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പത്മരാജൻ ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം 20-ാം വയസ്സിൽ ആകാശവാണിയിൽ അനൗൺസറായി ജോലി കയറിയെങ്കിലും ഇടവേളകളിൽ അദ്ദേഹം ലീവ് എടുത്ത് മുതുകുളത്ത് വരുമ്പോൾ ഞങ്ങൾ അന്നത്തെ ഒരു കളിക്കൂട്ടുകാരനെ പോലെ ഞങ്ങൾ ആ കുട്ടികളോട് അദ്ദേഹം ഇടപെടുകയും ആകാശവാണിയിലെ കാര്യങ്ങളും മറ്റും സംവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹവുമായുള്ള പരിചയം ക്രമേണ അദ്ദേഹത്തെ ഒരു റോൾ മോഡൽ ആക്കാൻ എനിക്ക് പ്രേരണ നൽകി. അദ്ദേഹത്തിൻ്റെ കഥകളും ചെറുകഥകളും നോവലുകളുമൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വായിക്കാനുള്ള അവസരവും എനിക്കുണ്ടായി. അതുകൊണ്ടായിരിക്കാം എഴുത്തിൽ ഞാൻ കൂടുതൽ ആകൃഷ്ടനായത്. കുട്ടിക്കാലത്ത് തന്നെ ഞാൻ ആരും കാണാതെ ചെറിയ ചെറിയ കഥകൾ എഴുതുമായിരുന്നു. അത് ആദ്യമായി എഴുതിയത് എൻ്റെ വീട്ടിലെ വളർത്തുനായി മരിച്ചപ്പോഴാണ്. ഏതോ ഈ തെങ്ങിൽ കയറി രാത്രി തേങ്ങ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന കള്ളന്മാർ ഈ പട്ടിയുടെ ശല്യം കൊണ്ട് അതിനെ വെട്ടിയിട്ട് പോവുകയായിരുന്നു. ആ വെട്ടുകൊണ്ട് ആ പട്ടി 1 മാസത്തോളം ആ മുറിവിൽ നിന്ന് പഴുപ്പും ജലവുലിപ്പിച്ച് ഞരങ്ങുന്ന കാഴ്ച ഒരു സ്കൂൾ കുട്ടിയായ എന്നെ വളരെയധികം ദുഃഖിതനും, ആ സംഭവം എന്നെ ഒരുപാട് സ്വാധീനിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ആദ്യ കഥ എഴുതുന്നത് കൈസർ ഇനി കുരയ്ക്കില്ല എന്ന നാമത്തിൽ ഞാൻ ഒരു കഥ എഴുതി. അതൊരു തുടക്കം മാത്രമായിരുന്നു. പിന്നീട് അങ്ങനെയുള്ള കുട്ടിക്കാലത്ത് ഞാൻ അനുഭവിച്ച അല്ലെങ്കിൽ കണ്ട സംഭവങ്ങളെ ഒക്കെ ഞാൻ കടലാസിലേക്ക് പകർത്തി ആ സമയത്ത് തന്നെ രാജൻ ചേട്ടൻ എന്ന് ഞാൻ പറയുന്നത് പത്മരാജൻ ചേട്ടനെ പറ്റിയാണ്. ആ സമയത്ത് എഴുതി ഒരു പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് കയറിപ്പോകുന്ന സമയമായിരുന്നു. അദ്ദേഹത്തിന് ഈ നക്ഷത്രങ്ങളെ കാവലെന്ന നോവലിന് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചപ്പോൾ ആ സമയത്ത് ഞാൻ അദ്ദേഹത്തെ ഉള്ളാലെ വളരെ സ്തുതിക്കുകയും അദ്ദേഹത്തെ പോലൊരു എഴുത്തുകാരനാവണമെന്ന് ഞാൻ കൊതിക്കുകയും ചെയ്തു. ഇതാണ് കൂടുതൽ എഴുത്തിൽ സജീവമാകാനുള്ള പ്രധാന കാരണം. കുങ്കുമവും മലയാള നാടുമൊക്കെ ഞാൻ മുടങ്ങാതെ വായിച്ചിരുന്നു. കാരണം അതിൽ കൂടിയായിരുന്നു പത്മരാജൻ ചേട്ടൻ അക്കാലത്ത് എഴുതിക്കൊണ്ടിരുന്നത്. പിന്നീട് കോളേജ് വിദ്യാഭ്യാസ കാലത്തും ഞാൻ കോളേജ് മാഗസിനുകളിലുമൊക്കെ കഥകൾ എഴുതുമായിരുന്നു. ആ ഇടയ്ക്കാണ് കോളേജിൽ ചേർന്ന സമയത്താണ് അഭിനയത്തോടും എനിക്ക് കുറച്ച് ആഭിമുഖ്യം തോന്നി തുടങ്ങിയത്. അങ്ങനെ ഫാത്തിമ കോളേജിൽ ഞാൻ പ്രീ ഡിഗ്രിയും BSc കംപ്ലീറ്റ് ചെയ്ത് പുറത്തു വരുന്ന സമയമായപ്പോഴേക്കും നല്ല നാടകത്തിനും നല്ല സംവിധാനത്തിനുമുള്ള അവാർഡുകൾ എനിക്ക് ലഭിക്കുകയുണ്ടായി. പിന്നീട് എൻ്റെ യാത്ര MScക്ക് MG കോളേജിലേക്കായിരുന്നു. MG കോളേജിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് മോഹൻലാൽ എൻ്റെ ജൂനിയറായിട്ട് അവിടെ ഉണ്ടായിരുന്നു. MG കോളേജിൽ എനിക്ക് ഒരുപാട് അഭിനയ രംഗത്ത് ഒരുപാട് ശോഭിക്കാൻ കഴിഞ്ഞ ഒരു 2 വർഷങ്ങളായിരുന്നു. കാരണം ഞങ്ങളവിടെ MG കോളേജ് കലാവേദി എന്ന ഒരു സംഘടന ഉണ്ടാക്കുകയും എല്ലാ മാസവും യുവവാണി പ്രോഗ്രാംസ് ഓൾ ഇന്ത്യ റേഡിയോയിൽ അവതരിപ്പിക്കാനുള്ള ചാൻസ് ലഭിക്കുകയും ചെയ്തു. അന്ന് എൻ്റെ കൂടെ സഹനടന്മാരായി ഉണ്ടായിരുന്നവർ ഒരു തിരുവനന്തപുരം സൗവർണിക തിയേറ്റേഴ്സിൻ്റെ വെഞ്ഞാറമൂട് രാമേന്ദ്രൻ, സീരിയൽ നടനായ കല്ലറ മോഹൻദാസ്, ഇവർ 2 പേരും ഇന്നില്ല. 2 പേരും കാലയവനിക്കുള്ളിൽ മറിഞ്ഞു. പിന്നീട് മന്നൂർക്കോണം മോഹൻരാജ്, പെരുവന്താനം ഷാജഹാൻ, അവരൊക്കെ ഇപ്പോഴും പല രംഗത്ത് ശോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ 1978 അവസാനം ഞാൻ MSc ഫൈനൽ ഇയർ ആയ സമയത്താണ് ഞാൻ അഭിനയിച്ച നാടകത്തിൽ എനിക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡും ബെസ്റ്റ് ഡയറക്ടർ അവാർഡും നല്ല നാടകത്തിനുള്ള അവാർഡും, അങ്ങനെ 3 അവാർഡുകൾ വാങ്ങിക്കൊണ്ടാണ് ഞാൻ MG കോളേജ് വിട്ടത്. പക്ഷെ അതിനുശേഷം എനിക്ക് അഭിനയ സാധ്യത കുറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയുള്ള ജീവിതമായിരുന്നു. കാരണം ജോലി എങ്കിൽ കൂടി പത്മരാജൻ ചേട്ടൻ ഞാൻ MG കോളേജിലെ ബെസ്റ്റ് ആക്ടറാണ് എന്ന് അറിഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെ പെരുവഴിയമ്പലം എന്ന നോവലിനെ കുട്ടികളെ തേടി നടക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം ഞാൻ കുട്ടി എന്നുള്ളത് കഴിഞ്ഞ് മുതിർന്ന് ഒരു യുവാവായി തീർന്നത് MSc കഴിഞ്ഞപ്പോഴേക്കും. അദ്ദേഹം എന്നെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്ത് നോക്കിയെങ്കിലും ഞാൻ അതിലെ രാമൻ എന്ന കഥാപാത്രത്തിന് പറ്റിയ ആ ഒരു പ്രായം കഴിഞ്ഞു പോയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിനും എനിക്കും ഒരുപോലെ അറിയാമായിരുന്നത് കൊണ്ട് അദ്ദേഹം എന്നെ മറ്റൊരു ചെറിയ റോൾ തന്ന്, രാപ്പാടികളുടെ കഥയിൽ എനിക്കൊരു ചെറിയ റോൾ തന്ന് അദ്ദേഹം സഹായിക്കുകയുണ്ടായി. എന്നാൽ ആ രാപ്പാടികളുടെ കഥയൊക്കെ റിലീസായതിനു ശേഷം ഞാൻ ഔദ്യോഗിക നിർവഹണത്തിനായി കെനിയയിലേക്ക് അധ്യാപകനായി പോവുകയും അതോടെ എൻ്റെ അഭിനയ മേഖല എന്നത്തേക്കുമായി ചുരുങ്ങിപ്പോവുകയും ചെയ്തു. കെനിയയിലെ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഭൂഖണ്ഡത്തിലെ ഒരു പുനർജന്മം പോലുള്ള ജീവിതമായിരുന്നു. അവിടെ വെച്ച് ഞാൻ അധികമൊന്നും എഴുതിയിട്ടില്ല.
അതിനു മുമ്പ് തന്നെ ഇടയ്ക്ക് പറയാൻ മറന്നുപോയി, കെനിയയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ 3-4 ചെറുകഥകൾ ഈ കേരള കൗമുദി തനിനിറം തുടങ്ങിയ വാരാന്ത പതിപ്പുകളിലും കുങ്കുമം വാരികയിലും വരികയുണ്ടായി. പക്ഷേ ഞാൻ കെനിയയിൽ ചെന്നതിന് ശേഷം ഞാൻ ഡയറി കുറിപ്പുകൾ മാത്രമാണ് എഴുതിയത്. ഡയറി കുറിപ്പുകളെല്ലാം കൂടി ഞാൻ സമാഹരിച്ചത് കാരണം എന്തെങ്കിലും തിരിച്ചെത്തുമ്പോൾ ലേഖന സമാഹാരങ്ങൾ ഇറക്കാമെന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ ഞാൻ കെനിയൻ പശ്ചാത്തലത്തിൽ അവരുടെ അവരുടെ ജീവിത രീതികളെ പറ്റിയും അവരുടെ സംസ്കാരത്തെ പറ്റിയും അവിടുത്തെ ലാൻഡ് ഭൂപ്രകൃതിയെ പറ്റിയും ഒക്കെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. 1980 ഞാൻ 87 ഞാൻ കെനിയയിൽ നിന്ന് മടങ്ങിയെത്തിയതിന് ശേഷം പിന്നീട് കേരള ഗവൺമെൻറ് സർക്കാർ സർവീസിൽ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി നോക്കുകയുണ്ടായി. ഈ സമയത്താണ് വീണ്ടും എഴുത്ത് സജീവമായത്. അങ്ങനെ ഞാൻ ഈ കെനിയൻ ഡയറി കുറിപ്പുകളെല്ലാം കൂടി ക്രോഡീകരിച്ച് ഒരു നോവൽ രൂപത്തിലാക്കി. അതിന് ശ്യാമകാന്ഡം എന്നാണ് പേരിട്ടത്. ഈ നോവലിന് എനിക്ക് തോപ്പിൽ ദേവി ഫൗണ്ടേഷൻ അവാർഡ്, മുതുകുളം രാഘവൻപിള്ള അവാർഡ്, സൗമ്യ സാഹിത്യ അവാർഡ് തുടങ്ങി ഏതാനും അവാർഡുകൾ ലഭിക്കുകയുണ്ടായി. പിന്നീട് ഞാൻ സർവീസിലിരിക്കുന്ന സമയത്തും ഗവൺമെൻറ് സർവീസ് ആയതുകൊണ്ട്, കാരണം ഇത് കൂടുതലും മൈനിങ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പാറമടകളും ഈ പുഴയോരങ്ങളും ഒക്കെ ചവിട്ടി മതിക്കേണ്ട ഒരു സാഹസിക ജോലി തന്നെയായിരുന്നു. ഓഫീസ് പകുതിയും കൂടുതൽ സമയവും നമ്മൾ ഔട്ട്ഡോർ വർക്കായിരിക്കും. അപ്പോഴും എഴുത്തിനെ ഇത് കാര്യമായി ബാധിച്ചിട്ടുണ്ട്. എങ്കിലും കുറേ പുസ്തകങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട പുസ്തകം എന്ന് പറയുന്നത് മഞ്ഞനിരാട്ട് എന്നൊരു നോവലാണ്. ഈ മഞ്ഞനിരാട്ട് എഴുതാനുണ്ടായ സാഹചര്യം പെരുവഴിയമ്പലം എന്ന നോവലാണ്. അപ്പോഴേക്കും 1976 പത്മനാഭൻ ചേട്ടൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലൂടെ പെരുവഴിയമ്പലം എന്ന നോവൽ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് ഞാനിത് വായിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ BSc സ്റ്റുഡൻ്റായിരുന്നു. അപ്പോൾ ആ നോവലിൽ പരാമർശിക്കുന്ന കഥാപാത്രങ്ങൾ പലരും എനിക്കറിയാവുന്നവരും, പ്രധാനമായും അതിലൊരാൾ എൻ്റെ അമ്മാവൻ ആണെന്നുള്ള ഒരു ധാരണ എനിക്ക് മാത്രമല്ല മുതുകുളത്തുകാർക്ക് മുഴുവനും അറിയാമായിരുന്നു. എന്നാൽ അമ്മാവൻ എന്ന ആ കഥാപാത്രത്തെ പത്മനാഭൻ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ ഭാവനയ്ക്കനുസരിച്ച് ഒരു വില്ലനായാണ് അവതരിപ്പിച്ചത്. യഥാർത്ഥ ജീവിതത്തിൽ അദ്ദേഹം സൗമ്യ പ്രകൃതിക്കാരനുമായിരുന്നു. പിന്നീട് അതിനുശേഷം 1978 അപ്പോൾ, അതായത് പെരുവഴിയമ്പലത്തിന് എന്നെ കൂടി പരിഗണിക്കാൻ നോക്കിയ സന്ദർഭത്തിൽ ഇത് സിനിമയാകുന്നു എന്നറിഞ്ഞ് ആ സിനിമ കണ്ടതിന് ശേഷമാണ് ഞാൻ കെനിയയിലേക്ക് പോയത്. അപ്പോൾ ആ സിനിമയിലെ റോള് യശശരീര നടൻ അസീസാണ് എടുത്തത്. അസീസ് അതിക്രൂരനായ ഒരു വില്ലനെ അഭിനയിച്ചു. അപ്പോഴും നമുക്കാർക്കും അതിനകത്ത് പരിഭവമൊന്നും തോന്നിയില്ല. പത്മനാഭൻ ചേട്ടൻ്റെ ഭാവനയ്ക്കനുസരിച്ച് നോവൽ എഴുതാനും അദ്ദേഹത്തിന് സിനിമ എടുക്കാനുള്ള അവകാശമുണ്ട്. അതിൻ്റെ പേരിൽ നമുക്ക് അദ്ദേഹത്തോട് എൻ്റെ അമ്മാവൻ എന്ന കഥാപാത്രത്തെ വികലമായി ചിത്രീകരിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തോട് ദേഷ്യമോ പകയോ ഒന്നും തോന്നേണ്ട കാര്യമില്ല. കാരണം അതൊരു ഒരു എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യമാണ് ഒരു കഥാപാത്രത്തെ എങ്ങനെ ചിത്രീകരിക്കും. എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം, അതായത് ഞാൻ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവേശിച്ച് 1991 അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ വാർഷികങ്ങൾക്ക് പല ഫീച്ചറുകളും പലരും എഴുതുകയുണ്ടായി. കൂടുതലായി പരാമർശിക്കപ്പെട്ടത് ഈ തകരയും പെരുവഴിയമ്പലവുമാണ്. തകര എന്നാൽ ഇവിടെ അക്കാലത്ത് പോലും ഈ അടുത്ത സമയത്താണ് അയാൾ മരിച്ചത്. ചീര എന്ന പേരിലറിയപ്പെടുന്ന ഒരു പാവം മനുഷ്യൻ ശിവരാമനാണ്. ബുദ്ധി ഉറയ്ക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. ഈ ചീരയെ ശിവരാമനെയാണ് തകരയായി അദ്ദേഹം ചിത്രീകരിച്ചത്. പക്ഷേ അതിനോടൊപ്പം പെരുവഴിയമ്പലത്തെ പറ്റി പറയുമ്പോഴത്തേക്കും സംഗതികളിലാകെ മാറി വരുന്നത് പോലെ എനിക്കും എൻ്റെ കുടുംബക്കാർക്കും ഫീൽ ചെയ്തു തുടങ്ങി. കാരണം പത്മനാഭൻ ചേട്ടൻ ജീവിച്ചിരുന്ന സമയത്ത് പെരുവഴിയമ്പലത്തിലെ പ്രഭാകരൻപിള്ള തറയപ്പറമ്പിൽ എന്ന എൻ്റെ കുടുംബത്തിലെ എൻ്റെ അമ്മാവൻ ഗോപാലകൃഷ്ണപിള്ളയാണെന്ന് ഒരു വേദിയിലും ആരോട് സംസാരിച്ചിട്ടില്ല. അങ്ങനെ സംസാരിക്കുന്ന ഈ കഥാപാത്രങ്ങളെ പറ്റി പൊതുമധ്യത്തിൽ ഇന്നിടത്തെ ഇന്ന ആളാണ്, അല്ല ഇന്ന ആളിൻ്റെ കഥയാണെന്നൊന്നും പറയുന്ന ഒരു രീതി പത്മനാഭൻ ചേട്ടനും ഇല്ലായിരുന്നു. അദ്ദേഹത്തിന് കിട്ടുന്ന ത്രെഡ് അങ്ങേര് അദ്ദേഹത്തിൻ്റെ സാഹിത്യ ഉലയിൽ വെച്ച് ചുട്ട് പഴിപ്പിച്ച് സ്ഫുടം ചെയ്ത് പുസ്തക രൂപത്തിലാക്കുകയോ അല്ലെങ്കിൽ അപ്രമാളികളിലേക്ക് പകർത്തുകയോ ചെയ്യുന്ന സ്വഭാവക്കാരനാണ് പത്മനാഭൻ ചേട്ടൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ ചരമവാർഷികങ്ങൾ പങ്കെടുക്കാൻ വരുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചില ആൾക്കാർ സ്വമേധയാ പെരുവഴിയമ്പലത്തിലെ അസീസിനെ മനസ്സിൽ കണ്ടുകൊണ്ട് അതേപോലെ ഒരു ഭീകര അല്ലെങ്കിൽ ആചാരബാഹുവായ ഒരു മനുഷ്യനായിരുന്നു എൻ്റെ അമ്മാവനെന്നും അസീസിൻ്റെ സ്വഭാവവിശേഷങ്ങളോടുകൂടി ജീവിച്ച ഒരു വിടനും വില്ലനുമായ മനുഷ്യനായിരുന്നു മുതുകുളത്തുകാരനായ ഗോപാലകൃഷ്ണപിള്ള എന്നും ഒരു ഭാവനാത്മകമായ ചിന്തയോടെ എഴുതി തീർക്കുന്ന ഈ ലേഖനങ്ങളും ഫീച്ചറുകളുമൊക്കെ നമ്മുടെയൊക്കെ
വാരികകളിലും വർത്തമാന പത്രങ്ങളിലും ഒക്കെ വരാൻ തുടങ്ങിയത് എന്നെയും എൻ്റെ വീട്ടുകാരെയും ഒരുപാട് വേദനിപ്പിക്കുകയും അരോചകമായിട്ട് തോന്നുകയും ചെയ്തു. കാരണം ഇത് വായിക്കുന്ന പുതുതലമുറ മുഴുവൻ എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു മഹാവൃത്തികെട്ടവൻ ജീവിച്ചിരുന്നു എന്നുള്ള ധാരണ പരത്തുന്നതിന് ഈ ലേഖനങ്ങളും ഫീച്ചറുകളും ഒക്കെ സഹായകമായി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനോട് പ്രതികരിക്കേണ്ടി വന്നു. എന്നിട്ടും ഈ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന മുതുകുളത്തുകാരുൾപ്പെട്ട ചില ലേഖകന്മാർ ഇത് നിർത്തുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ എനിക്ക് മഞ്ഞനീരാട്ട് എന്ന ഒരു നോവൽ, ഒരു പ്രതി നോവൽ യഥാർത്ഥ സംഭവങ്ങളെ ചിത്രീകരിക്കാൻ വേണ്ടി എഴുതേണ്ടി വന്നു. അല്ലെങ്കിൽ പത്മനാഭൻ ചേട്ടൻ മരണം സംഭവിച്ചില്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു നോവൽ എഴുതേണ്ട കാര്യമേ ഇല്ലായിരുന്നു. എൻ്റെ അമ്മാവൻ്റെ സഹോദരിമാരെല്ലാം അന്ന് ജീവിച്ചിരിക്കുന്ന സമയമാണ്. അവരൊക്കെ ഈ വാർത്തകൾ വായിച്ചിട്ട് വിമ്മിക്കരയുന്നത് എനിക്ക് കാണാനിടയായി. അതെന്നെ കൂടുതലും നോവിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, ഈ നോവൽ എഴുതാൻ എനിക്ക് പ്രത്യേക ഒരു അവകാശമുണ്ടെന്ന് പോലും ഞാൻ ഇപ്പോൾ തുറന്നു പറയുകയാണ്. കാരണം എൻ്റെ ജാതകം എഴുതിയ സമയത്ത് അതിൽ എനിക്ക് 1 വയസ്സ് തികയുന്നതിന് മുമ്പ് എൻ്റെ അമ്മാവന്മാരിൽ ഒരാൾക്ക് ജീവഹാനി ഉണ്ടാകുമെന്ന് ജാതകത്തിൽ പ്രകടമായി ഇപ്പോഴും എൻ്റെ ജാതകം ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്, അതിൽ കാണാൻ കഴിയും. ഇത് അമ്മാവൻ കാലിൽ ജനിച്ചെന്നോ അല്ലെ കെണ്ണാന്തമായി ജനിച്ചെന്നോ ഒക്കെയാണ് ഇതിനകത്ത് ഈ ജാതകപ്രകാരം വ്യാഖ്യാനിക്കപ്പെടുന്നത്. അത് ശരിയാണെന്ന് സമർത്ഥിച്ചുകൊണ്ട് എൻ്റെ 11ാം മാസത്തിലാണ് ഈ ഗോപാലകൃഷ്ണപിള്ള അമ്മാവൻ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ മുതുകുളത്തെ മാരിയമ്മൻ കോവിൽ വെച്ച് ഒരു 19കാരൻ്റെ കുത്തേറ്റ് മരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കുടുംബത്തെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ഈ ലേഖനങ്ങൾക്കും ഫീച്ചറുകൾക്കും എതിരെ പ്രതികരിക്കേണ്ടത് ജന്മസിദ്ധമായിട്ട് തന്നെ എൻ്റെ അവകാശമാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് ആ നോവൽ എഴുതി പൂർത്തിയാക്കേണ്ടി വന്നു. ഈ എഴുതിയതിന് ശേഷം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നോവൽ എഴുതേണ്ടി വന്നതെന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതും എൻ്റെ ഒരു ബാധ്യതയായിരുന്നു. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ടാണ് ഞാൻ അടുത്ത കാലത്ത് പത്മരാജൻ അനുഭവങ്ങൾ ഓർമ്മകൾ എന്ന പേരിൽ ഒരു പുസ്തകം കൂടി ഇറക്കിയത്. കൂടാതെ മറ്റൊരു കാരണം കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ വാടകയ്ക്കൊരു ഹൃദയം എന്ന നോവൽ, അതും എൻ്റെ ജീവിതവുമായി കുറച്ച് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ നോവലാണ്. ഈ നോവലിലെ പ്രധാന കഥാപാത്രമായ അശ്വതിയെപ്പറ്റി മുൻതലമുറകൾക്ക്, അശ്വതി എന്ന് പറയുന്നത് ശരിക്കും കാർത്യായനിപ്പിള്ള എന്നൊരു കഥാപാത്രമാണ് മൂലക്കൽ തറവാട്ടിൽ. ഈ മൂലക്കൽ തറവാട്ടിലെ കാർത്യായനിപ്പിള്ള 3 പ്രാവശ്യം വിവാഹിതയായ സ്ത്രീയാണ്. അത് വാടകയ്ക്കൊരു ഹൃദയം എന്ന സിനിമയിൽ ആ സിനിമ കണ്ടിട്ടുള്ളവർക്ക് കാണാം. ആദ്യത്തെ ഭർത്താവ് രാഘവനായിരുന്നു. രണ്ടാമത് മുറച്ചെറുക്കനായ സോമൻ. വീണ്ടും സോമൻ്റെ കയ്യിൽ നിന്നും വഴുതിപ്പോയി മധു എന്ന കഥാപാത്രത്തിൻ്റെ കയ്യിൽ ഭാര്യയായി ജീവിക്കേണ്ടി വന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ ഈ മൂലക്കൽ തറവാട്ടിലെ ഈ കാർത്യായനിപ്പിള്ളയും ഇങ്ങനെ 3 പേരോടൊപ്പം ജീവിക്കേണ്ടി വന്ന ഒരു, എൻ്റെ ഭാഷയിൽ പറയുന്ന അമ്മൂമ്മയാണ്, ഞങ്ങളുടെയൊക്കെ ഒരു അമ്മൂമ്മയാണ്. എന്നാൽ ഇതിലെ രണ്ടാമത്തെ ആള്, അതായത് ഈ സോമൻ അഭിനയിച്ച റോള്, അതിൻ്റെ യഥാർത്ഥ കഥാപാത്രം കേശവൻകുട്ടി എന്നാണ് നോവൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ജീവിതത്തിൽ അത് ശങ്കുപിള്ളയാണ്. ഈ ശങ്കുപിള്ള എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം അപ്പൂപ്പനാണ്, അതായത് അമ്മയുടെ അച്ഛനാണ്. അപ്പോൾ ഈ കഥകളൊക്കെ ഞങ്ങൾ കുട്ടികൾക്കറിയില്ലായിരുന്നു. പിന്നീട് പൂച്ചം ഇതിനെപ്പറ്റി ആളുകൾ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഇത് കാർത്യായനിപ്പിള്ള എന്ന, അപ്പോൾ അദ്ദേഹം കോയിക്കിലേത്ത് മാതുപിള്ള എന്ന് പറയുന്ന ഒരു ധനാട്യൻ്റെ കൂടെയാണ് അവസാന കാലത്ത് ജീവിച്ചത്. അത് സിനിമയിൽ മധുവാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിലുണ്ടായിരുന്നുകൊണ്ട് എനിക്ക് ഈ നോവൽ വളരെ വായിക്കുമ്പോഴൊക്കെ എന്തൊക്കെയോ മുജ്ജന്മ വാസനകൾ എന്നിൽ ഉണരുന്നത് പോലെ എനിക്കൊരു സംശയമുണ്ടായി. അങ്ങനെ ഞാനൊരിക്കൽ കാശിയിൽ പോയി ബലിയിട്ടപ്പോൾ അവിടെ ഒരു അഘോരി സന്യാസിയെ മീറ്റ് ചെയ്യാനിടയായി. അഘോരി സന്യാസി എന്ന് പറഞ്ഞാൽ ഈ ഉടുതുണിയില്ലാതെ ഭസ്മം വാരി തെച്ച് നടക്കുന്ന ആ അഘോരിയല്ല. അഘോരികൾ 2 തരക്കാരുണ്ട്. നാഥ് അഘോരികളും നാഗാസും. അതിൽ നാഗാസാണ് ഈ ഉടുവസ്ത്രമില്ലാതെയൊക്കെ നടക്കുന്നത്. നാഥ് അവർ നല്ല എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ അദ്ദേഹം ഞാൻ ബലികർമ്മങ്ങൾ ചെയ്യുന്നതിനിടയ്ക്ക് അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം എന്നെ അടുത്ത് വിളിച്ചിട്ട്, നിങ്ങളിപ്പോൾ, അപ്പം നമ്മൾ അവിടെ വെച്ചൊരു 3 തലമുറയെ കൊണ്ട് ബലിയിടിക്കും ഈ ദശാശ്വമേധ കാട്ടി വെച്ച്. അപ്പം 3 തലമുറ എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പൂപ്പനും മുകളിൽ വരെ വരും. അപ്പോൾ ആ അഘോരി സന്യാസി എന്നെ വിളിച്ചിട്ട് അദ്ദേഹം ഹിന്ദിയിൽ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ
സ്വന്തം ബലിയിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്വന്തം ബലിയിടുക എന്നപ്പോൾ എനിക്കത് ഹിന്ദി എനിക്ക് അത്ര വശവുമില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഹിന്ദി അത്ര വശമില്ല. അപ്പോൾ ഹിന്ദിയിലാണ് ഹിന്ദി മാലിൻ നഹി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. ഒരു ഭാഷ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ആ ഭാഷയിൽ തന്നെ അറിയില്ല എന്ന് പറഞ്ഞാൽ ആ ഭാഷയെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ എന്നിട്ട് അദ്ദേഹം എന്നോട് ഇംഗ്ലീഷ് അറിയുമോ എന്ന് ചോദിച്ചു. ഡു യു നോ ഇംഗ്ലീഷ്? ഞാൻ പറഞ്ഞു ഓക്കെ, ഐ ക്യാൻ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പീച്ച് കേട്ട് ഞാൻ സത്യം പറഞ്ഞ അന്തം വിട്ടു. ഒരു കോളേജ് പ്രൊഫസർ പോലും ഇത്ര നന്നായിട്ട് ആ സ്വാമിജിയെ പോലെ ഇംഗ്ലീഷ് സംസാരിക്കാറ്. അദ്ദേഹം പറഞ്ഞു വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴേ അദ്ദേഹം പറഞ്ഞത്, ഞാൻ നിങ്ങളെ വാച്ച് ചെയ്യുകയായിരുന്നു, നിങ്ങൾ 3 തലമുറയ്ക്ക് ബലിയിട്ടു, ആ 3ാമത്തെ തലമുറയിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ബലിയിട്ടിരിക്കുന്നത്, കാരണം നിങ്ങൾ നിങ്ങളുടെ അപ്പൂപ്പൻ്റെ പുനർജന്മമാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ നോവൽ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ആന്തരികമായ ചില വിഭ്രതികൾ, ചില ഓർമ്മപ്പെടുത്തലുകളൊക്കെ എനിക്ക് ഈ നോവൽ വായിക്കുമ്പോഴൊക്കെ സംഭവിക്കുമായിരുന്നു. അപ്പോൾ ഈ നോവൽ ഞാൻ വളരെ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുമായിരുന്നു. എൻ്റെ ഏകാന്തതകളിൽ ഞാൻ ഈ നോവലെടുത്ത് പലപ്പോഴും വായിച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് ഇങ്ങനെ ഈ അഘോരി പറഞ്ഞിട്ട് പോയപ്പോഴും എനിക്ക് തൃപ്തിയാകാതെ ഞാൻ പിന്നീട് ഇരിക്കും രാമേശ്വരത്ത് ഒരു യാത്ര നടത്തിയപ്പം അവിടുന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. ഞാൻ നേരെ നമ്മുടെ വൈത്തീശ്വരൻ കോവിൽ തഞ്ചാവൂർ അവിടെ പോയി ഏടുകൾ നോക്കുന്ന പതിവുണ്ടെന്ന് ഒരാൾ പറഞ്ഞതനുസരിച്ച് ഞാൻ അവിടെ പോയി നാടി നോക്കി ഈ ജന്മത്തെപ്പറ്റി പറയുക. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് വൈത്തീശ്വരൻ കോവിൽ എന്നെ ഒരു ഓട്ടോറിക്ഷക്കാരൻ അവിടെ കൊണ്ടാക്കി. എനിക്ക് പരിചയമില്ലാത്ത സ്ഥലം. അപ്പോൾ അവിടുത്തെ ആ പൂജാരി അദ്ദേഹം വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. എൻ്റെ നാളും പേരും എല്ലാം ചോദിച്ചിട്ട് അദ്ദേഹം അകത്ത് പോയി. ഏതോ ഓല എന്നെ സംബന്ധിക്കുന്ന ഓല കണ്ടെടുക്കുന്നതാണ് പറയുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ അതിനെപ്പറ്റി വ്യക്തമായിട്ട്. അദ്ദേഹം വന്നിട്ട് ആദ്യം എൻ്റെ അടുത്ത് പറയുന്നത് ഈ അഘോരി സന്യാസി പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് നിങ്ങളുടെ അപ്പൂപ്പൻ്റെ പുനർജന്മമാണ് നിങ്ങൾ. അദ്ദേഹം പേര് സഹിതം പറയുകയാണ്. ശങ്കുപിള്ള എന്നാണ് നാട്ടിൽ പറയുന്നത്. ശങ്കരപ്പിള്ള എന്നാണ് യഥാർത്ഥ ശരിക്കുള്ള പേര്. അപ്പോൾ ശങ്കരപ്പിള്ളയാണ് നിങ്ങൾ. അപ്പോൾ അദ്ദേഹം മുജ്ജന്മത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ മറ്റൊരു ധനാട്ടിനോട് ഒളിപ്പൊഴിച്ചു. നിങ്ങളുടെ അമ്മൂമ്മ എന്ന് പറയുന്നത് അദ്ദേഹം 2ാമത് വിവാഹം കഴിച്ച ആളാണ്. അങ്ങനെ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ കോരിത്തരിച്ചു പോയി. അതിനുശേഷം എനിക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു. കാരണം അപ്പോഴത്തേക്ക് ഞാനിതൊക്കെ അറിയുമ്പോഴത്തേക്ക് എൻ്റെ അമ്മ മരിച്ചു പോയിരുന്നു. അമ്മ ജീവിച്ചിരുന്നെങ്കിൽ എൻ്റെ സത്യം പറഞ്ഞാൽ എനിക്ക് ചിത്തഭ്രമം ഉണ്ടാകുമായിരുന്നു. കാരണം മുജ്ജന്മത്തിലെ മകളെ ഈ ജന്മത്തിലെ അമ്മ എന്ന് വിളിക്കുക എന്ന് പറയുന്നത് അത് ഒരു പ്രത്യേക അനുഭൂതിയായിരിക്കും, അല്ലെങ്കിൽ പ്രത്യേക ഒരു പരിഭ്രമമുള്ള. കാരണം എന്ന് വെച്ചാൽ ഇതും കൂടാതെ പലരും, അതായത് രാജേട്ടൻ്റെ അമ്മ പോലും എനിക്ക് 10-20 വയസ്സുള്ള പറയുന്നുണ്ട്. രാജു എന്നാണ് എൻ്റെ ആദ്യത്തെ പേര്. രാജശേഖരനാണ്, ലോപിച്ച് രാജു എന്നാണ് എന്നെ അവരൊക്കെ, രാജേട്ടൻ സഹിതം രാജു എന്നാണ്. അപ്പം ഒരിക്കൽ പലപ്പോഴും എന്നെ കാണുമ്പോൾ ഞാനൊരു യുവാവായി തുടങ്ങിയപ്പം പറയുന്നു, രാജു വളർന്നു വരുന്നതിന് ശങ്കുപിള്ള അമ്മാവൻ്റെ നല്ല ഛായ തോന്നുന്നുണ്ട് എന്ന് പറയുമായിരുന്നു. ഇതുമായിട്ടൊന്നും എനിക്കപ്പം ബന്ധപ്പെടുത്തി അന്ന് തോന്നിയിട്ടില്ല. കാരണം ഈ വാടകയ്ക്കൊരു ഹൃദയവും നോവലൊന്നും ഞാനന്ന് വായിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഈ നോവല് എന്തുകൊണ്ടാണ് ഞാൻ വായിക്കുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു പ്രത്യേക മനോവ്യാപാരത്തിൽ ഞാൻ മുഴുകുന്നത് എന്നുള്ളത് സത്യമായി വന്നു എന്ന് എനിക്ക് ധാരണയായി. അങ്ങനെ ഞാൻ ഈ നോവല് വീണ്ടും വീണ്ടും എടുത്ത് റിപ്പീറ്റ് ചെയ്ത് വായിക്കുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, എന്തായാലും ഈ അപ്പൂപ്പൻ്റെ പുനർജന്മമാണെങ്കിൽ ഞാൻ ഈ ജന്മത്തിൽ ജനിച്ചിരിക്കുന്നത് ഒരു ഒരു വളരെ നിരാശയോട് ഉള്ള ഒരു ജന്മമായിരിക്കും. കാരണം ഈ ആത്മസ്വരൂപം എന്നൊരു കാര്യമുണ്ട്, ഞാൻ ഒരിടത്ത് വായിച്ചിട്ടുണ്ട്. ആത്മസ്വരൂപം എന്ന് പറയാൻ നമ്മുടെ ഈ ആത്മാവ് ശരീരവും ശരിക്കും മരിക്കുന്നതോടെ ശരീരം നശിക്കുന്നു, അതുകൊണ്ട് നമ്മളിലുള്ള ആത്മാവും മരിക്കുന്നു. പക്ഷെ പരമാത്മാവ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ആത്മസ്വരൂപം എന്ന് പറയും. പക്ഷെ ഈ അടുത്ത ജന്മത്തിലേക്ക് നമ്മൾ പോകുമ്പോഴേ ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിച്ച വ്യഥകളും നമ്മുടെ സ്വഭാവവിശേഷങ്ങളും ഒക്കെ ഒരു പരിധിവരെ ഈ ആത്മസ്വരൂപം കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത ജന്മത്തിൽ നമ്മൾ ജനിക്കുമ്പം ഇതിൻ്റെ ഒരു ചെറിയ തീയും പുകയും ഒക്കെ ആ ആത്മാവിനോടൊപ്പം ഉണ്ടായിരിക്കുമെന്നും അതനുസരിച്ചായിരിക്കും ആ വ്യക്തിയുടെ അടുത്ത ജന്മത്തിലെ ജീവിതമെന്നും. അപ്പം ഞാൻ ആലോചിക്കായിരുന്നു, അതുകൊണ്ട് തന്നെ ആയിരിക്കാമല്ലോ വാടകയ്ക്കൊരു ഹൃദയം എന്ന നോവൽ ഞാൻ വായിച്ചപ്പോൾ എന്നിൽ ഏതോ ഒരു മുജ്ജന്മത്തിൽ അല്ലെങ്കിൽ ഭൂതകാലത്തിലെ ഏതോ അനുഭവങ്ങൾ എന്നെ അലട്ടുന്നതായി എനിക്ക് ഫീൽ ചെയ്തത് എന്നെനിക്ക് അനുഭവപ്പെട്ടെന്ന് ഞാൻ ഉറപ്പിക്കുകയാണ്. അപ്പോൾ ഈ 2 പുസ്തകങ്ങൾ, ഈ വാടകയ്ക്കൊരു ഹൃദയവും രതിനിർവേദവും 2 രീതിയിൽ, ശരിക്കും പറഞ്ഞാൽ ഈ ജന്മത്തിലെ എൻ്റെ അപ്പൂപ്പൻ്റെ കഥയും എൻ്റെ അമ്മാവൻ്റെ കഥയുമാണ് ഈ 2 ബുക്കുകളിൽ രാജൻ ചേർത്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ 2 ബുക്കുകളുമായിട്ട് എൻ്റെ ജീവിതത്തിൽ മുജ്ജന്മത്തിലെ അച്ഛൻ, അതായത് മുജ്ജന്മത്തിലെ അച്ഛൻ അപ്പൂപ്പൻ,
ആ അപ്പൂപ്പൻ്റെ മകനാണ് പെരുവഴി അമ്പലത്തിലെ മകൻ. മനസ്സിലാക്കണം. അപ്പോൾ ഒരച്ഛൻ്റെയും മുജ്ജന്മത്തിലെ ഒരച്ഛൻ്റെയും മകൻ്റെയും കഥയാണ് പത്മരാജൻ ചേട്ടൻ 2 നോവലുകളിൽ ചേർത്തിരിക്കുക. അത് പത്മരാജൻ ചേട്ടന് പോലും ഒരു പക്ഷേ അത് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. പിന്നെ അദ്ദേഹത്തിന് ഈ കഥകളൊക്കെ അദ്ദേഹം തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, കഥകൾ പറഞ്ഞു തന്ന് അല്ലെങ്കിൽ കഥകൾ കേട്ട് അമ്മയിൽ നിന്നുള്ള കഥകൾ, അമ്മ പറഞ്ഞു തന്ന കഥകൾ കേട്ട് അല്ലെ പറഞ്ഞു തന്ന് ഞാനും ഒരു കഥാകാരനായി മാറിയെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കഥകളെല്ലാം അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിൻ്റെ അമ്മയിൽ നിന്ന് ഈ ഞങ്ങളുടെ കുടുംബത്തിലെ കഥകളൊക്കെ അദ്ദേഹം ഒരുപാട് കേട്ടിരിക്കാം. അങ്ങനെ ഉണ്ടായതായിരിക്കണം ഈ ഈ വാടകയ്ക്കൊരു ഹൃദയം എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാനെപ്പോഴേ അതിനെപ്പറ്റി ഈ ബുക്കുകൾ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് പത്മനാഭൻ ചേട്ടൻ്റെ ഈ അനുഭവങ്ങൾ ഓർമ്മകളെന്ന ബുക്ക് കഴിഞ്ഞപ്പോൾ ഇത് ഒന്ന് ഇറക്കി വെച്ച ഒരു സമാധാനം. ഈ പെരുവഴി അമ്പലത്തെ പറ്റിയും മഞ്ഞനീരാട്ട് എഴുതി കഴിഞ്ഞു. പിന്നീട് വാടകയ്ക്കൊരു ഹൃദയത്തെപ്പറ്റി പത്മരാജൻ അനുഭവങ്ങൾ ഓർമ്മകളെന്ന പുസ്തകത്തിൽ ഞാൻ പ്രതിപാദിച്ചു കഴിഞ്ഞു. ഈ രണ്ട് പുസ്തകങ്ങൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ഏതോ ഒരു ഭാരം ഇറക്കി വെച്ച ഒരു അനുഭവം, ഒരു നിർവൃതിയാണ് ഇപ്പോൾ തോന്നുന്നത്. പത്മരാജൻ ചേട്ടനെ റോൾ മോഡൽ ആക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴും എൻ്റെ ജീവിതം. എൻ്റെ അമ്മാവനെ പറ്റി ഒരു നോവൽ എഴുതിയതുകൊണ്ടോ അല്ലെങ്കിൽ ഫിലിം എടുത്തതുകൊണ്ടോ എനിക്ക് പത്മരാജൻ ചേട്ടനോടോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടോ യാതൊരുവിധ അതൃപ്തിയോ ദേഷ്യമോ ഒന്നും ഇപ്പോഴും ഈ നിമിഷവും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഒന്നും ഇത്തരം കോലാഹലങ്ങളിലൊന്നും ഏർപ്പെടുന്നവരല്ല. അവരുടേതായ സ്വയമേയുള്ള ജീവിതചര്യ പാലിച്ചു പോരുന്നു. അവർക്ക് വിവാദങ്ങളിൽ നിന്നും ഏർപ്പെടാനുള്ള താല്പര്യവുമില്ല. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ പുതിയ നോവൽ രചന നടത്തുമ്പോഴും എൻ്റെ ഗുരുനാഥൻ, എൻ്റെ ഉള്ളിൽ പത്മരാജൻ ചേട്ടനെ ഞാൻ എൻ്റെ സാഹിത്യ ഗുരുനാഥനായിട്ട് എപ്പോഴും കാണുന്നു. അത് അദ്ദേഹം റോൾ മോഡലായി തന്നെ എൻ്റെ ജീവിതാവസാനം വരെ ഞാൻ കൊണ്ടു നടക്കുമെന്നും ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി കൂടുതലിപ്പോൾ ഏറെക്കുറെ ഞാൻ എൻ്റെ സാഹിത്യ ജീവിതത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഞാനിപ്പം ഈ അടുത്ത കാലത്ത് ഞാൻ എൻ്റെ അഭിനയം ചെറുതായിട്ടൊന്ന് പുനരാരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3 ഷോർട്ട് ഫിലിമിലും ഒരു ആൽബത്തിലും ഒരു വെബ് സീരീസിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. വയസ്സെന്ന കാലത്ത് നമ്മുടെ ഈ പ്രായത്തിന് കിട്ടുന്ന റോളുകളൊക്കെ വെച്ച് ഒന്ന് ഗോദയിലേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ ഉടനെ തന്നെ 1-2 ഷോർട്ട് ഫിലിമുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അഭിനയം ഞാൻ പൂർണ്ണമായി വിട്ടിട്ടില്ല. ഇപ്പോൾ റിട്ടയർമെൻ്റൊക്കെ കഴിഞ്ഞുകൊണ്ട് സമയം ശരിക്കുണ്ട്. നോവൽ എഴുതാനും അഭിനയിക്കാനും ഒക്കെ ഒരുപാട് അവസരങ്ങൾ അല്ലെ സമയമൊക്കെ കാത്തു കിടക്കുന്നു. പിന്നെ ഒക്കുന്നിടത്തോളമൊക്കെ ഇങ്ങനെയൊക്കെ പോകട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം പിന്നെ കുടുംബത്തെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ മുതുകുളത്ത് വീട്ടിൽ ഈ കഥ എഴുതാനും മറ്റേ സാഹിത്യ സൃഷ്ടികൾക്കുള്ള ചിന്തിക്കണമല്ലോ. നമ്മൾ ഒരുപാട് ചിന്തിച്ചല്ല നമുക്ക് പേപ്പറിലേക്ക് പോകാം. അങ്ങനെ നമുക്ക് സ്വസ്ഥതയുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ എൻ്റെ തറവാടിനോട് ചേർന്ന് എനിക്ക് കിട്ടിയ പ്രോപ്പർട്ടി ഞാൻ ചെറിയ വീട് വെച്ചു. അവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇപ്പോൾ നിൽക്കാറുണ്ട്. പിന്നെ തിരുവനന്തപുരത്ത് ഞാൻ ഇപ്പോൾ ഒരു ചെറിയ വീട് മേടിച്ചു, ചേങ്കോട്ട് കോണത്ത്. അപ്പോൾ തിരുവനന്തപുരത്ത് പോയുള്ള ഗുണം എന്ന് പറഞ്ഞാൽ കൂടുതൽ സാഹിത്യ പ്രവർത്തകരുമായിട്ടൊക്കെ നമുക്ക് ഇടപഴകാനും കൂടുതൽ നമുക്ക് അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാനും കൂടുതൽ പരിപാടികളിൽ സാഹിത്യ സദസ്സുകളിലൊക്കെ സാഹിത്യ പ്രസ്ഥാനങ്ങളിലൊക്കെ അംഗമാകാനും സദസ്സുകളിലൊക്കെ നമുക്ക് കൂടിച്ചേരലുകൾ നടത്താനും അങ്ങനെ നമ്മളെ കൂടുതൽ നമ്മുടെ സാഹിത്യരംഗം പരിപോഷിക്കപ്പെടാനും ഉള്ള സാധ്യതകളുണ്ട്. തിരുവനന്തപുരത്ത് ഞാൻ താമസിക്കുകയാണ്. എങ്കിലും ഈ ഇൻ്റർവ്യൂ ഇപ്പം നമ്മൾ ഈ അഭിമുഖം എടുക്കുമ്പോൾ ഞാൻ മുതുകുളത്തെ വീട്ടിലുണ്ടായിരുന്നു. അവിടേക്കാണ് എന്നെ അഭിമുഖം ചെയ്യാനായി ആവശ്യപ്പെട്ടതുകൊണ്ട് ശ്രീ സുരേഷ് ഗോവിന്ദ് ഇവിടെ എത്തിയതും എനിക്ക് അദ്ദേഹത്തോട് ഈ തരുണത്തിൽ വളരെ അദമ്യമായ സ്നേഹവും കടപ്പാടും ഉണ്ട്. ഞാനത് പ്രകടിപ്പിക്കുകയാണ്. പിന്നീട് ഞാൻ ഈ കൂടുതലായി പറയാൻ ഇപ്പോൾ കുടുംബത്തെ പറ്റി ഞാൻ പറഞ്ഞു വരികയായിരുന്നു. അത് എൻ്റെ ഭാര്യ റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ്സാണ്. പിന്നെ മകളാണ് മൂത്തത്. അവർ ആദ്യം ഇൻഫോസിസിലായിരുന്നു. ഇപ്പം ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് അവർ രാജിവെച്ചിട്ട് ഇയാൻവയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. 2 മക്കൾ, 2 ആൺകുട്ടികളാണ്. മോളുടെ ഭർത്താവ് മരുമകൻ വിശാൽ കൃഷ്ണൻ, അദ്ദേഹം അലയൻസ് ജർമ്മൻ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. മകൻ മോളേക്കാൾ 7 വയസ്സിന് ഇളയതാണ്, അമൃത് ഡി പിള്ളൈ. മകളുടെ പേര് ശാരിക. അമൃത് മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. അയാളും അലയൻസിലാണ് വർക്ക് ചെയ്യുന്നത്. അമൃതിൻ്റെ ഭാര്യ അരുണിമ കിംസിലെ ഡോക്ടറാണ്. അവർക്ക് മക്കളൊന്നും ആയിട്ടില്ല. ഇത്രയൊക്കെയാണ് എൻ്റെ കുടുംബവിശേഷങ്ങൾ. ഞാൻ എഴുതിയ ആദ്യ നോവലാണ് ഈ മഞ്ഞനീരാട്ട്. അതായത് പെരുവഴി അമ്പലം എന്ന നോവലിന് കൗണ്ടറായി എഴുതിയ നോവൽ.
അതിനുശേഷം അന്തിച്ചുവപ്പിലെ മഞ്ഞുതുള്ളികൾ പോലെ, പിന്നീട് ഈ ശ്യാമകാന്ഡം, അതുകൂടാതെ പിന്നീട് എഴുതിയ മറുതരംഗം. അത് നമ്മുടെ സുനാമി ബേസ്ഡ് ആയിട്ടുള്ള, സുനാമി അന്ന് 20 വർഷങ്ങൾക്ക് മുമ്പ് സുനാമി അടിച്ചപ്പോൾ ആ സമയത്ത് സുനാമി ബേസ്ഡ് നോവലാണ് മറുതരംഗം. പിന്നെ ചെറുകഥാ സമാഹാരങ്ങളുണ്ട്. അതിൽ ഒന്ന് എൻ്റെ കഥച്ചപ്പ്, പിന്നീട് ഒന്നുള്ളത് ഈ പട്രീഷ്യ എന്ന പാഞ്ചാലി, അതുകൂടാതെ മോഴ. ഇനിയിപ്പോൾ അടുത്തൊരു ചെറുകഥാ സമാഹാരം ഉടനെ വരുന്നുണ്ട്. അതിൻ്റെ പേര് ഇവിടെ നമ്മുടെ രാമേശ്വരത്ത് ധനുഷ്കോടിയിലെ രാമകഥകൾ എന്നാണ് അതിൻ്റെ പേര്. പിന്നീട് ഒരു യാത്രാ വിവരണമുണ്ട്, ഹിമവാനും വിക്ടോറിയയും. അതുകൂടാതെ പത്മരാജൻ, അനുഭവങ്ങൾ, ഓർമ്മകൾ. ഇത്രയും 11 പുസ്തകങ്ങളാണ് ഞാൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത 2 പുസ്തകങ്ങളും കൂടി 12 പുസ്തകങ്ങൾ, ഈ പുതിയ നോവൽ ഉൾപ്പെടെ 12 പുസ്തകങ്ങളുണ്ട്. അടുത്ത ഒരു ബുക്ക് ഉടനെ, ചെറുകഥാ സമാഹാരം ഉടനടി പുറത്തിറങ്ങുന്നത്. ഇത്രയൊക്കെയാണ് എൻ്റെ സാഹിത്യ രചനകൾ. ഞാൻ MSc കഴിഞ്ഞ് നിൽക്കുമ്പോൾ എനിക്ക് കുറേ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ. കാരണം ഈ നാടകത്തിൽ അഭിനയിച്ച സർട്ടിഫിക്കറ്റുകൾ, പിന്നെ ഞാൻ എഴുതിയ ചെറുകഥകളുടെ കോപ്പികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഇടയ്ക്ക് ആൾ ഇന്ത്യ റേഡിയോയിൽ നിന്ന് ഒരു പരസ്യം വന്നിരുന്നു. ആൾ ഇന്ത്യ റേഡിയോയിലെ പരസ്യം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം എക്സിക്യൂട്ടീവ്സ്, അത് വലിയ പോസ്റ്റാണ്. പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ക്ഷണിക്കുന്ന UPSCയുടെ ഒരു പിന്നെ പരസ്യം ഹിന്ദുവിലും അങ്ങനെയുള്ള പേപ്പറുകളിലെല്ലാം, അതായത് മലയാളം ഭാഷയിലെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ്. അങ്ങനെ ഞാൻ ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം വെച്ചുകൊണ്ട് UPSCയിൽ അപ്ലൈ ചെയ്തപ്പോൾ അവർ സാധാരണ നമ്മുടെ ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കണ്ട് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അവർ പരീക്ഷയ്ക്ക് വിളിക്കുകയുള്ളൂ. അങ്ങനെ ഞാൻ അയച്ചു കൊടുത്ത്, ഞാൻ ഒരു പ്രതീക്ഷയില്ലാതാണ് അയച്ചു കൊടുത്തത്. അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ നമ്മുടെ ഇൻ്റർവ്യൂവിന് കാർഡ് വന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അന്തം വിട്ടുപോയി. എന്നെ വിളിച്ചിരിക്കുന്നു. ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരു മരത്തേലേറ് വീണാൽ മാമ്പഴം വീണു, അല്ലെങ്കിൽ കല്ല് പോയി, ഏതെങ്കിലും ഒരു സംഭവം. അപ്പം പോസ്റ്റ്മാൻ ഇത് കൊണ്ടുപോയപ്പോൾ ഞാൻ വിചാരിച്ച് റിജക്റ്റ് ചെയ്തുകൊണ്ടുള്ളതായിരിക്കും. പക്ഷെ ഇൻ്റർവ്യൂവിന് ചെല്ലണമെന്ന് പറഞ്ഞ് UPSC ഓഫീസിൽ ഇത്രാം തീയതി ഇൻ്റർവ്യൂ എത്തണമെന്ന് പറഞ്ഞുള്ള കോൾ ലെറ്ററാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഞാൻ ട്രെയിനൊക്കെ ബുക്ക് ചെയ്ത് ഞാൻ ഒറ്റയ്ക്ക് ആദ്യമായിട്ട് 23 വയസ്സുണ്ട്. MSc കഴിഞ്ഞ ഉടനെയാണ്. അന്നത്തെ KK എക്സ്പ്രസ് ഒക്കെ തുടങ്ങിയ സമയമാണ്. ഞാനതൊക്കെ ബുക്ക് ചെയ്ത് ഡൽഹിക്ക് പോയി. അവിടെ ചെന്ന് ഇറങ്ങിയപ്പം ഡൽഹി മഹാനഗരത്തിലൊക്കെ ഇറങ്ങിയപ്പോൾ എനിക്കൊരു പിടിയില്ല, എനിക്ക് ഹിന്ദി അറിയത്തുമില്ല. ഹോട്ടലിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വലത്തോട്ട് നോക്കിയപ്പോൾ കാണാം ശൈലേഷ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ് മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. ഭാഗ്യം അവിടെ കയറി പറ്റി. അപ്പോൾ അയാളോട് കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ കൗണ്ടറിൽ ഇരുന്ന് അയാൾ എല്ലാ സഹായങ്ങളും ചെയ്ത് റൂമും തന്നു. ഈ UPSC ഓഫീസിലേക്ക് പോകുന്ന ബസ്സിൻ്റെ നമ്പറും ഒക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ തലേന്ന് തന്നെ പോയി സ്ഥലമൊക്കെ കണ്ടുപിടിച്ചു. അപ്പോൾ ഇത് പറയാൻ കാര്യം, ഞാൻ ഈ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് രാജൻ ചേട്ടൻ അന്ന് അവിടുത്തെ അനൗൺസറായിട്ടിരിക്കുകയാണ് ട്രിവാൻഡ്രത്ത്. ഞാൻ ഇങ്ങനെ ഒരു പരീക്ഷയുണ്ട്, ഞാൻ ഇൻ്റർവ്യൂവിന് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത്, നീ ഒരിക്കലും ബന്ധുക്കൾ ആരെങ്കിലും ARലുണ്ടെങ്കിൽ ഇല്ലെന്നേ പറയാവൂ എന്ന് പറഞ്ഞു. അത് പിന്നീട് അദ്ദേഹം എൻ്റെ അടുത്ത് മലയാളത്തിലായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്, കാരണം മലയാളം പ്രോഗ്രാംസ്. അതുകൊണ്ട് നീ കേരള സാഹിത്യ ചരിത്രം നല്ലപോലെ വായിച്ചുകൊണ്ട് പോകണം. പിന്നെ അദ്ദേഹം മലയാള സാഹിത്യത്തെ പറ്റി കുറേ ഗ്രന്ഥങ്ങളുടെയൊക്കെ പേര് പറഞ്ഞു. ഞാൻ ഈ ഗ്രന്ഥങ്ങളെല്ലാം തേടി പഠിച്ച് ആകപ്പാട് ലെറ്റർ കിട്ടി 21 ദിവസത്തേക്കുള്ളിൽ ഞാൻ മാക്സിമം വായിച്ചൊക്കെയാണ് പോയത്. അത് സത്യം പറഞ്ഞാൽ ഞാൻ ഇൻ്റർവ്യൂവിന് അവിടെ ചെന്ന് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ നിൽക്കുന്ന എൻ്റെ കൂടെ വന്ന ഉദ്യോഗാർത്ഥികളെ കണ്ടപ്പോഴാണ് അന്തം വിട്ടു പോയത്. അതിൽ 3 പേര് ആൾ ഇന്ത്യ റേഡിയോയിൽ തന്നെ വർക്ക് ചെയ്യുന്നവരാണ്. പല പോസ്റ്റുകളിൽ സ്പോർട്സ് സെക്ഷനിലും അനൗൺസർമാരായിട്ടും വാർത്ത വായിക്കുന്നവരൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത്. അതിൽ ഒന്ന് വേണു നാഗവള്ളിയായിരുന്നു, ഒന്ന് നമ്മുടെ ജോൺ സാമുവൽ സ്പോർട്സിനെ പറ്റിയൊക്കെ എഴുതുന്നു, ഒരാൾ കോന്നിയൂർ വിജയകുമാർ എന്ന് പറയും. ഇവരെല്ലാം അവിടുത്തെ കാഷ്വൽ ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ അനൗൺസേഴ്സോ ഒക്കെയാണ്. അപ്പം ഞാനിവരെ കണ്ടപ്പോൾ അങ്ങ് വല്ലാതെ അന്തം വിട്ടുപോയി. കാരണം എന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ കൂട്ടത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനത് പ്രായം കൊണ്ട് ഏറ്റവും വളരെ ജൂനിയറാണ്. എങ്കിലും അന്ന് ഇൻ്റർവ്യൂവിന് കയറി അകത്തി എന്നപ്പോഴും അവർ 6 പേരാണ്, ഒരു ലേഡി ഉൾപ്പെടെ 6 പേര്. മലയാളത്തിൻ്റെ മുഖമായിട്ട് ശ്രീ ONV കുറുപ്പായിരുന്നു മലയാള എക്സ്പെർട്ടായിട്ട്. അദ്ദേഹം ആദ്യം ചോദിക്കുന്ന ചോദ്യം തന്നെ, നിങ്ങൾ മുതുകുളത്തുകാരനാണല്ലോ, നിങ്ങൾ മുതുകുളത്തൊരു പ്രശസ്ത സാഹിത്യകാരനുണ്ട്, അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു P. പത്മരാജൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 1-2 നോവലുകളുടെ പേര് പറയാമോ? അപ്പം നോവലൊക്കെ പറഞ്ഞു. നിങ്ങൾ തമ്മിൽ പരിചയമല്ലുണ്ട്? ഞാൻ പറഞ്ഞു ഇല്ല, പരിചയമൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പിന്നെ ആ വർഷമാണ് ആദ്യമായിട്ട് വയലാർ അവാർഡ് തുടങ്ങുന്നത്. മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ യന്ത്രത്തിന് കിട്ടി, അതൊക്കെ ചോദിച്ചു. പിന്നെ നമ്മുടെ സംഘകാല കവികളെ പറ്റി ചോദിച്ചു. മലയാളത്തിൽ അങ്ങനെ കുറേ ചരിത്രങ്ങൾ, കുമാരനാശാനെ പറ്റി ചോദിച്ചു. അദ്ദേഹം എല്ലാം ചെയ്തു. അപ്പോൾ ഒരു ലേഡി ഉണ്ടായിരുന്നു, അവർ ഹിന്ദിയിൽ എൻ്റെ അടുക്ക ചോദിച്ചു,
ഈ നിങ്ങളുടെ ഒരു പത്മരാജൻ ഉണ്ടല്ലോ, അയാൾ നിങ്ങളുടെ പിന്നെ ബന്ധുവല്ലോ ആണോ എന്ന് ചോദിച്ചു. അവർ വീണ്ടും എടുത്ത് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഹിന്ദി അറിയത്തില്ല, ഞാൻ നഹീം എന്നങ്ങ് അടിച്ചു. ഇത് കേട്ടവരെല്ലാം കൂടെ അങ്ങ് ചിരിച്ചു. അപ്പോൾ അതിലെ ഒരാൾ ചോദിച്ചു, നിങ്ങൾക്ക് ഹിന്ദി വശമില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല അതേ. പക്ഷെ അത് എനിക്ക് അവിടെ വെച്ച് വളരെ നിരാശയുണ്ടായി. അപ്പോഴേ ഞാൻ ഉറപ്പിച്ചു എനിക്കിത് കിട്ടില്ല. കാര്യം ഹിന്ദി അറിയത്തില്ല, ഉത്തരേന്ത്യക്കാർക്കൊക്കെ വളരെ ദേഷ്യമാണ് ഹിന്ദി അറിയത്തില്ല എന്ന്. അങ്ങനെ ഞാൻ അത് തിരിച്ചു വന്ന് എനിക്ക് അത് കിട്ടിയതുമില്ല, എൻ്റെ കൂടെയുള്ള ആർക്കും കിട്ടിയില്ല. അന്ന് പിന്നെ ഒരു ഇരവി ഗോപാൽ എന്ന് പറഞ്ഞ ഒരാൾക്ക് മാത്രമേ കിട്ടിയുള്ളൂ. അത് ഞങ്ങളുടെ ദിവസമല്ലായിരുന്നു. അദ്ദേഹം ദൂരദർശനിലെ അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആയിരുന്ന സമയത്താണെന്ന് തോന്നുന്നു കേശവാസുരത്ത് വെച്ചൊരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി, സ്കൂട്ടർ ആക്സിഡൻറ്റിൽ. പിന്നീട് പത്മരാജനെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ നാടകം ഒരിക്കലും ഒരു രൂപകം എഴുതി അദ്ദേഹത്തിൻ്റെ കൊണ്ടു കൊടുത്തു. ഇങ്ങനെ ഇത് പ്രക്ഷേപണം ചെയ്തു. അദ്ദേഹം വായിച്ചു നോക്കി പോലുമൊന്നുമില്ല. ഇത് വന്നിരിക്കുകയാന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞങ്ങ് വിട്ടു. കറക്റ്റ് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തെ എനിക്ക് അവിടുന്ന് 25 രൂപയുടെ ഒരു മണി ഓർഡർ ആൾ ഇന്ത്യ റേഡിയോയിൽ നിന്ന് വന്നു. ഞാൻ കെനിയായി പോകുന്നതിന് മുമ്പാണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് പിന്നെ സാഹിത്യരംഗത്തായാലും ഈ ജോലിക്കാര്യത്തിനായാലും ഒക്കെ എന്നെ, പിന്നെ എൻ്റെ പുസ്തകത്തിൽ ഞാൻ എൻ്റെ അനിയൻ പത്മരാജൻ ചേട്ടൻ്റെ അനുഭവങ്ങൾ ഓർമ്മ പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. എൻ്റെ അനുജന് ഇതുപോലെ 1.5 വയസ്സുള്ള ഒരു അനുജന് അന്നത്തെ കാലത്ത് ഒരു ശൂല എന്ന് പറയും, വയറ്റിളക്കം ഉണ്ടായി. പക്ഷെ അത് ചികിത്സ കിട്ടിയൊന്നും ശരിയായില്ല. അങ്ങനെ അവസാനം കായംകുളത്താണെന്നും ഏറ്റവും വലിയ ഒരു ഹോസ്പിറ്റലും ഡോക്ടറും ഒക്കെ ഉള്ളത്. അപ്പോൾ അവിടേക്ക് കുഞ്ഞ് വല്ലാതെ ബോധം കെട്ട് കിടന്നപ്പോൾ അന്ന് കാറുകളൊന്നും ഒരു വീട്ടിലും ഇല്ല. ചേപ്പാട് ജംഗ്ഷനിൽ പോയാൽ ഒരു ആമക്കാർ, അതായത് മോറിസ് മൈനർ വണ്ടിയുള്ളൂ ഒന്ന്, ടാക്സി ആയിട്ട്. അത് പിടിക്കാൻ വേണ്ടി അദ്ദേഹം ചീറിപ്പാഞ്ഞ് സൈക്കിളും എടുത്തുകൊണ്ട് പോയി. ആ സൈക്കിളിൻ്റെ ആ കാറിൻ്റെ കൂടെ തന്നെ അദ്ദേഹം സൈക്കിളിൽ തിരിച്ചെത്തി. അതെനിക്ക് ഓർമ്മയുണ്ട്, എനിക്കൊരു 7 വയസ്സുള്ളപ്പോഴത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സഹായങ്ങൾ എനിക്ക് പല അവസരങ്ങളിലായിട്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നും അദ്ദേഹം ഒരു ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് തന്നെ നിന്ന് എനിക്ക് എൻ്റെ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും എനിക്ക് അങ്ങനെ പല കാര്യങ്ങളും ഞാൻ ആ പുസ്തകത്തിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് പത്മരാജൻ ചേട്ടനെ പറ്റി. ഞാൻ MG കോളേജിൽ MSc പഠിക്കുമ്പോൾ നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാൽ അവിടെ MG കോളേജിൽ പ്രീ ഡിഗ്രിക്കുണ്ട്. അപ്പോൾ പ്രീ ഡിഗ്രി ഫൈനൽ ഇയറാണ്. ഞാൻ സെക്കൻഡ് ഇയർ ആയപ്പോൾ ഇദ്ദേഹം BCom ചേർന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ സമയത്ത് മോഹൻലാലിനെ ഒരു സിനിമാ നടനാകും എന്നുള്ള ഒരു ധാരണയൊന്നും ഞങ്ങൾക്ക് സീനിയർ വിദ്യാർത്ഥികൾക്കും അല്ലെ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചവർക്കും ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു നല്ല കോളേജ് ജീവിതം നല്ലപോലെ ആസ്വദിച്ച ഒരു വ്യക്തിയാണ് മോഹൻലാൽ. അപ്പോൾ മോഹൻലാലിൻ്റെ മുഖം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുന്നിൽ മറിയുന്നത് കാണാം. ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലിൻ്റെ ബാക്കിൽ അവരുടെ ഒരു ബാച്ച് എപ്പോഴും, പണ്ടത്തെ അത് കിച്ചണായിരുന്നു, അവിടെ വന്ന് ഇവർ തമ്പടിച്ചിരിക്കുകയും അവിടെ വെടി പറയുകയും തമാശ പറയുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളത് സീനിയർ സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഞങ്ങൾ ആ ഭാഗത്തേക്കൊന്നും പോകാറില്ല. അങ്ങനെ അതേ മോഹൻലാൽ തന്നെ പിന്നീട് ഞാൻ 78-ൽ ഞാൻ ഡ്രാമ കോമ്പറ്റീഷൻ അവിടുത്തെ ബെസ്റ്റ് ആക്ടറായിരുന്നു. അപ്പോഴും മോഹൻലാലിനെ ഞാൻ സ്റ്റേജിലൊന്നും കണ്ടിട്ടില്ല. പിന്നീട് ഞാൻ MSc കഴിഞ്ഞ് വിട്ടുപോകുന്നതിന് ശേഷം അതിനടുത്ത വർഷം അദ്ദേഹം പിന്നെ അവിടുത്തെ സെക്കൻഡ് ബെസ്റ്റ് ആക്ടറായിരുന്നു എന്ന് ഞാൻ കോളേജ് മാഗസിനിലൂടെ അറിയാൻ കഴിഞ്ഞു. പിന്നീട് ഞാൻ കെനിയായി പോകുന്ന സമയത്തൊക്കെ മോഹൻലാലിനെ പറ്റി ഒന്നും കേട്ടിരുന്നില്ല. അപ്പോൾ അദ്ദേഹം BCom തുടരുകയായിരുന്നിരിക്കുക. പക്ഷേ ഞാൻ 81-ൽ അദ്ദേഹം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ അഭിനയിച്ചതായിട്ട് എനിക്ക് അറിവ് കിട്ടി. ഞാൻ തിരിച്ച് 83-ൽ ഇവിടെ എത്തിയപ്പോഴേക്കും അദ്ദേഹം ഇവിടുത്തെ ഒരു മലയാള സിനിമയുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമായി തീർന്ന ഒരവസ്ഥയാണ് എനിക്ക് അത്ഭുതത്തോടു കൂടി കാണാനിടയായത്. പിന്നീട് പടിപടിയായി ഇപ്പം നമുക്കറിയാമല്ലോ ഇന്ന് മോഹൻലാൽ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ പിന്നെ വളർച്ചയിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പ്രിയദർശനെ അന്ന് ജൂനിയറായിട്ട് എൻ്റെ ഹോസ്റ്റലിലെ നിത്യ സന്ദർശകനായിരുന്നു അദ്ദേഹം. ഞാൻ നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് വളരെയധികം സഹായങ്ങൾ അദ്ദേഹം എന്നോട് കാണിച്ചിട്ടുണ്ട്. അണ്ണ എന്ന് വിളിച്ചിട്ടുണ്ട്. അദ്ദേഹവും ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ കാണുന്ന പടം ബോയിങ് ആണ്. അപ്പോൾ ഇവരൊക്കെ ഞാൻ കെനിയായി പോയിരുന്ന ഗ്യാപ്പിൽ സിനിമാ ഫീൽഡിൽ ശക്തമായി വേരുറപ്പിച്ച് കഴിഞ്ഞിരുന്നു. എനിക്കതിൽ വളരെ സന്തോഷമേ ഉള്ളൂ. കാരണം ഇവരെല്ലാം എൻ്റെ ജൂനിയേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് അവരുടെ വളർച്ചയിൽ സത്യം പറഞ്ഞാൽ നിസ്തുലമായ സന്തോഷം. കാരണം എൻ്റെ സീനിയേഴ്സ് അല്ല, എൻ്റെ ജൂനിയേഴ്സിൻ്റെ വളർച്ചയിലാണ് എനിക്ക് കൂടുതൽ സന്തോഷം തോന്നുന്നത്. അപ്പോൾ അവർക്കൊക്കെ വീണ്ടും ഞാൻ നല്ല ഈ രംഗത്ത് കൂടുതൽ പ്രക്ഷോഭിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.